SFIക്കാർക്കെതിരായ കാലടി സർവകലാശാല VC സിസ തോമസിന്റെ പരാതിയിൽ DGPയെ വിളിച്ചുവരുത്തി വിശദീകരണം തേടി ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ നടപടിക്കെതിരെ ഒന്നിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ് നിലവിലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും. സിസ തോമസിനെ ആക്രമിച്ചവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് DGPയോട് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കേസിലെ നടപടി DGP ഗവർണർക്ക് വിശദീകരിച്ച് നൽകുകയും ചെയ്തു. ഇതിനെതിരെയാണ് ഇപ്പോൾ നേതാക്കന്മാർ രംഗത്ത് വന്നത്. പോലീസ് സേന പ്രവർത്തിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും ഇടപെടാൻ ഗവർണർക്ക് അവകാശമില്ലെന്നുമാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഈ വിഷയത്തിൽ കുറച്ചുകൂടി രൂക്ഷമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതികരിച്ചത്. എക്സിക്യൂട്ടീവിന്റെ തലവനായ മുഖ്യമന്ത്രിയെയും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയെയും മറികടന്ന് സംസ്ഥാന പോലീസ് മേധാവിയെ ഗവർണർ നേരിട്ട് വിളിച്ചു വരുത്തിയത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണെന്നായിരുന്നു പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടിയത്. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് വില കൽപ്പിക്കാതെ സംസ്ഥാന ഭരണത്തിൽ നേരിട്ടിടപെടാനുള്ള ഗവർണറുടെ നീക്കം ഭരണഘടനാ തത്വങ്ങളുടെ നഗ്നമായ ലംഘനവും ജനാധിപത്യ സംവിധാനത്തോടുള്ള പരസ്യമായ വെല്ലുവിളിയുമാണെന്ന് പിണറായി പറഞ്ഞു. സർക്കാരിനെ നോക്കുകുത്തിയാക്കി സമാന്തര ഭരണം കൈയാളാൻ ഗവർണർ ശ്രമിക്കുന്നത് ആശ്വാസ്യമല്ല. ഇത്തരം തെറ്റായ കീഴ്വഴക്കങ്ങൾക്ക് ഒരു നീതീകരണവുമില്ല. ഗവർണർ പ്രവർത്തിക്കേണ്ടത് മന്ത്രിസഭയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ്. 2014 നഭാം റിബിയ കേസിലെ സുപ്രീം കോടതി വിധി പ്രകാരം ഭരണഘടനയിലെ ആർട്ടിക്കിൾ 163 ഗവർണർക്ക് അനിയന്ത്രിതമായ വിശേഷാധികാരങ്ങൾ നൽകുന്നില്ലെന്ന് ആശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയതായും പിണറായി വിജയനും പറഞ്ഞു. കാലടിയിലെ പ്രതിഷേധത്തെ തുടർന്ന് 4 SFI പ്രവർത്തകർ അറസ്റ്റിലായിരുന്നു. മെൽബിൻ, വിജീഷ്, ബേസിൽ, യദു എന്നിവരെ ഇന്ന് പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കും. ഈ നടപടികൾക്ക് പിന്നാലെയാണ് DGPയെ വിളിച്ചു വരുത്തി ഗവർണർ വിശദീകരണം തേടിയത്. ഓഗസ്റ്റ് 13 സിൻഡിക്കേറ്റ് യോഗം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ SFIക്കാർ കയ്യേറ്റം ചെയ്തുവെന്നാണ് സിസ തോമസിന്റെ പരാതി. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ഔദ്യോഗിക വാഹനം ആക്രമിച്ചു എന്നീ ആരോപണങ്ങളാണ് പരാതിയിൽ ഉന്നയിക്കുന്നത്. ഇത് ദേശീയ തലത്തിൽ പോലും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതോടെയാണ് ഗവർണർ തന്നെ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. രമേശ് ചെന്നിത്തല നടത്തിയ വാർത്താ സമ്മേളനം കാണാം. പിന്നെ ആരെങ്കിലും വിളിച്ചാൽ കാണാൻ പോകുന്നതൊന്നും തെറ്റില്ല. പക്ഷേ പോലീസ് പ്രവർത്തിക്കുന്നത് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം, അല്ലാണ്ട് ഗവർണറുടെ നിർദ്ദേശപ്രകാരമല്ല. അപ്പം പോലീസ് പ്രവർത്തിക്കുന്നത് നമ്മുടെ പണ്ട് IPC CRPC ആയിരുന്നെങ്കിൽ ഇപ്പം BNS BNSS പ്രകാരം ഗവൺമെൻറ്റിനനുസരിച്ചാണ് പോലീസ് പ്രവർത്തിക്കുന്നത്.